അഭയാർത്ഥി ഒരു മനുഷ്യന്റെ ഏറ്റവും നിസ്സഹായമായിട്ടുള്ളൊരവസ്ഥയാണത്. യുദ്ധം മൂലമോ ആഭ്യന്തര കലാപം മൂലമോ ഒക്കെ സ്വന്തം രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് പലായനം ചെയ്യേണ്ടി വരേണ്ടവർ. അവരുടെ ജീവൻ മാത്രം കയ്യിൽ പിടിച്ചാണ് അവർ യാത്ര ചെയ്യുന്നത്. ചിലർക്ക് തിരിച്ചറിയൽ രേഖകൾ പോലും ഉണ്ടാവുകയില്ല. ഇത്തരത്തിലുള്ള അഭയാർത്ഥികൾ മറ്റൊരു രാജ്യത്തേക്ക് ചേക്കേറുമ്പോൾ അവരെ തീർത്തും സംശയമുനയോടുകൂടി മാത്രമേ അവിടുത്തെ ആളുകൾ കാണാറുള്ളൂ. അവർ പ്രശ്നമുണ്ടാക്കുന്നവരാണ് എന്ന് ചിന്തിക്കുന്നവരാണ് ഭൂരിഭാഗം പേരും. ആ രാജ്യം തന്നെ അവരെ വളരെയധികം പേടിയോടുകൂടിയേ നോക്കിക്കാണാറുള്ളൂ. ഇത്തരത്തിലുള്ള അഭയാർത്ഥികളെക്കുറിച്ച്, അവരുടെ ജീവിതങ്ങളെക്കുറിച്ച്, അവരെങ്ങനെ ജീവിക്കുന്നു, അവരുടെ നിസ്സഹായമായ അവസ്ഥയെക്കുറിച്ചൊക്കെ സംസാരിക്കുന്ന ഒരു പുസ്തകത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാനായിട്ട് പോകുന്നത്. പുസ്തകത്തിൻ്റെ പേര് തപോമയിയുടെ അച്ഛൻ. എഴുതിയിരിക്കുന്നത് ഇ സന്തോഷ് കുമാർ. 2024 വയലാർ അവാർഡ് ലഭിച്ച പുസ്തകമാണ് തപോമയിയുടെ അച്ഛൻ. പുസ്തകത്തിലേക്ക് കടക്കുമ്പോൾ ഒരുപാട് മനുഷ്യരെ നമ്മൾ പരിചയപ്പെടുന്നുണ്ട്. നമ്മൾ ഒരുപാട് കഥാപാത്രങ്ങളെ നമ്മൾ കണ്ടുമുട്ടും. കഥാപാത്രങ്ങൾ മാത്രമല്ല, നമ്മുടെ പണ്ടത്തെ ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്നൊക്കെ പറയുന്ന ആ ഒരു നദീതട സംസ്കാരത്തെക്കുറിച്ചും അതിലത്തെ ലിപികളെക്കുറിച്ചും ചരിത്രത്തെക്കുറിച്ചും ഒക്കെ ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അപ്പം തികച്ചും ഒരുപാട് എലമെൻറ്റുകൾ ഒരുമിക്കുന്ന ഒരു പുസ്തകമാണ് തപോമയിയുടെ അച്ഛൻ. അസാധ്യമായിട്ടുള്ളൊരു എഴുത്താണ് അദ്ദേഹത്തിൻ്റെ. തപോമയിയുടെ അച്ഛൻ എന്ന പുസ്തകത്തിൽ പറയുന്നത്, ഏറ്റവും കൂടുതൽ പറയുന്നത് തപോമയിയുടെ അച്ഛനെ കുറിച്ച് തന്നെയാണ്. അച്ഛൻ്റെ പേര് ഗോപാൽ ബറുവ എന്നാണ്. തൻ്റെ ജീവിതവും തൻ്റെ പ്രണയവും എല്ലാം ഉപേക്ഷിച്ച് മറ്റൊരു രാജ്യത്തേക്ക് പലായനം ചെയ്യേണ്ടി വരുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹം ഒരു അഭയാർത്ഥിയായിട്ടാണ് രാജ്യത്തേക്ക് കയറുന്നതെങ്കിലും പിന്നീട് അങ്ങോട്ടേക്ക് അദ്ദേഹം ഒരു ആർമി ഓഫീസറിന് സഹായിയായി മാറുകയായിരുന്നു. കണക്കിലുള്ള അദ്ദേഹത്തിൻ്റെ അസാധ്യമായിട്ടുള്ള കഴിവാണ് സന്താനം എന്ന ആർമി ഓഫീസറിലേക്ക് അദ്ദേഹം എത്തിപ്പെടുന്നത്. സന്താനം സാറിന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. അദ്ദേഹം ആർമി ഓഫീസർ ആണെങ്കിൽ പോലും അദ്ദേഹത്തിന് ഒരു അസാധ്യമായിട്ടൊരു പാഷൻ ഉണ്ടായിരുന്നു. അത് ചരിത്രമായിരുന്നു. ചരിത്രത്തെക്കുറിച്ച് അറിയുക, നദീതട സംസ്കാരങ്ങളെക്കുറിച്ചും ഇന്ത്യൻ ചരിത്രത്തെക്കുറിച്ചും ഒക്കെ കൂടുതലായിട്ട് ഗവേഷണം ചെയ്യുക എന്നുള്ളതൊക്കെ സന്താനം സാറിൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങളായിരുന്നു. കോഡിംഗ് ഭാഷകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ലിപികളെയൊക്കെ ഒന്ന് ഡീക്രിപ്റ്റ് ചെയ്യുക എന്ന് പറയും. അപ്പോൾ അത്തരത്തിലുള്ള ലിപികളെയൊക്കെ കണ്ടുപിടിക്കുക, അതിൻ്റെ അർത്ഥം എന്താണെന്ന് കണ്ടുപിടിക്കുക ഒക്കെ സന്താനം സാറിന് ഒരുപാട് ഇഷ്ടമുള്ളൊരു കാര്യമായിരുന്നു. അപ്പം ഗോപാൽ ബർവയുടെ കണക്കിനോടുള്ള ഇഷ്ടം അല്ലെങ്കിൽ കണക്ക് ചെയ്യാനുള്ള ഒരു അഭികാമ്യമൊക്കെ സന്താനം സാറിന് ഒരുപാട് സഹായമായി തീരുകയും പിന്നീട് അങ്ങോട്ടേക്ക് മുഴുവൻ സമയവും സന്താനം സാറിൻ്റെ കൂടെ തന്നെയാണ് അദ്ദേഹം ചെലവഴിച്ചത് മൊത്തം. അപ്പം ഗോപാൽ ബർവയോട് സന്താനം സാർ ആരാണെന്ന് ചോദിച്ചാൽ അദ്ദേഹം പറയും, എൻ്റെ ഒരു ഗോഡ് ഫാദർ ആണ് എന്ന്. അത്രമാത്രം ഗോപാൽ ബർവ എന്ന വ്യക്തിക്ക് ഒരു ഐഡൻറ്റിറ്റി നൽകി കൊടുത്തത് അദ്ദേഹമാണ്, സന്താനം സാറാണ്. സന്താനം എന്ന വ്യക്തിയെക്കുറിച്ച് കുറച്ചധികം കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്നാലും ഞാനൊന്ന് ചുരുക്കി പറയാം. അദ്ദേഹത്തിന് ഒരു മകളുണ്ടായിരുന്നു. മകളുടെ മരണം അദ്ദേഹത്തെ തീർത്തും വല്ലാത്തൊരവസ്ഥയിൽ കൊണ്ടുവന്നെത്തിച്ചു. ഒരു ഡിപ്രഷൻ്റെ അവസ്ഥയിലേക്ക് കൊണ്ടുവന്നെത്തിക്കുകയും അദ്ദേഹം അങ്ങനെയാണ് മരണപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് ഗോപാൽ ബർവയ്ക്ക് സന്താനം സാർ അദ്ദേഹത്തിൻ്റെ വീടും അദ്ദേഹത്തിൻ്റെ മറ്റ് പുരാവസ്തു ഗവേഷണങ്ങൾ, അദ്ദേഹം കണ്ടെത്തിയ വസ്തുക്കളും ഒക്കെ അടങ്ങിയ ഒരു വീട് ഗോപാൽ ബർവയെ ഏൽപ്പിക്കുകയാണ്. ഇത് നീ ഗോപാൽ ബർവ എപ്പോഴും പറയും, ഞാൻ ഈ വീടിൻ്റെ കാവൽക്കാരനാണ് എന്ന്. അതിലെനിക്ക് ഏറ്റവും രസകരമായി തോന്നിയത് അതിലൊരു ആൽമരമുണ്ട്. അപ്പോൾ നമ്മുടെ ഈ കഥാകൃത്ത് ഒരിക്കൽ തപോമയിയുടെ അച്ഛനെ കാണാനായിട്ട് ചെന്നപ്പോൾ അവിടെ ഒരു ആൽമരം പടർന്ന് പന്തലിച്ച് വീട് മുഴുവനും അടക്കി വാഴുന്ന രീതിയിലേക്ക് അതിൻ്റെ വേരുകൾ പോവുകയാണ്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ഇതെന്താ വെട്ടിക്കളയാത്ത? കാരണം നമ്മളൊക്കെ അങ്ങനെയാണല്ലോ, വീടിനോട് അടുത്ത് നിൽക്കുന്ന മരങ്ങൾ, ചില്ലകളൊക്കെ വെട്ടി കളയേണ്ടതാണ്. അപ്പം അദ്ദേഹം ഗോപാൽ ബർവ പറയുന്നൊരു കാര്യമുണ്ട്. സന്താനം സാർ എന്നോട് പറഞ്ഞിരുന്നു, ആ ആൽമരം കുഞ്ഞിതാണെങ്കിലും അത് വളരട്ടെ, വീടിനെ വിഴുങ്ങിക്കളഞ്ഞ് അത് വലുതായി അതിൻ്റെ വേരുകൾ വീടിനെ ഞെരിച്ചമർത്തുമ്പോൾ ഈ വീടും മരണപ്പെടട്ടെ എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറയുന്നത്. അത്രമാത്രം പ്രകൃതി സ്നേഹി കൂടിയായിരുന്നു അദ്ദേഹം. അപ്പോൾ അങ്ങനെ ഗോപാൽ ബർവ താമസിക്കുന്ന ആ വീടിനെക്കുറിച്ച് തന്നെ ഒരുപാട് കാര്യങ്ങൾ ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. പിന്നീട് അങ്ങോട്ടേക്ക് മുഴുവനും ഗോപാൽ ബർവ എന്ന വ്യക്തിയെ ചുറ്റിപ്പറ്റിയിട്ടുള്ള കുറച്ചധികം കാര്യങ്ങൾ. അദ്ദേഹം ഒരുപാട് ഏതൊരു കാര്യവും അദ്ദേഹം ഇങ്ങനെ കോഡ് ഭാഷയിൽ പുതിയ പുതിയ സിമ്പലുകളൊക്കെ ഉപയോഗിച്ചാണ് അദ്ദേഹം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അപ്പം തപോമയ്ക്ക് ഇതിനെക്കുറിച്ചൊന്നും വലിയ ഒരു ഐഡിയ ഉണ്ടാവില്ല. പക്ഷെ നമ്മുടെ കഥാകൃത്തിന് ഇത് പെട്ടെന്ന് മനസ്സിലായി. കാരണം അദ്ദേഹവും ചരിത്രം ഇഷ്ടമുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഇതൊക്കെ ഡീക്രിപ്റ്റ് ചെയ്തെടുക്കാൻ കഴിയുന്നുണ്ട് എന്നറിഞ്ഞത് ഗോപാൽ ബർവയ്ക്കും വളരെയധികം അതിശയം തോന്നിക്കുന്നൊരു കാര്യമായിരുന്നു. ഗോപാൽ ബർവ എപ്പോഴും ചിന്താകുലനായിട്ടുള്ളൊരു മനുഷ്യനായിരുന്നു. എപ്പോഴും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കും. എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും. ഭയങ്കര വിഷാദ ഛായയുള്ളൊരു മനുഷ്യനായിരുന്നു. പിന്നീടാണ് അത് മനസ്സിലായത്, അദ്ദേഹം ചെയ്ത വലിയൊരു പാപത്തിൻ്റെ ഫലമാണ് അദ്ദേഹം ഈ അനുഭവിക്കുന്നത് മുഴുവനുമെന്ന്. അദ്ദേഹത്തിൻ്റെ പ്രണയിനിയായിരുന്നു സുമന്ന. ഒരുപാട് കഷ്ടപ്പാടുകൾക്കും ബുദ്ധിമുട്ടുകൾക്കും ഒക്കെ ശേഷം ഒടുവിൽ സുമന്നയെ തന്നെ അദ്ദേഹത്തിന് കിട്ടുകയും അവരുടെ മകനാണ് തപോമയി എന്ന് ഒക്കെ ഇതിൽ പറയുന്നുണ്ട്. പക്ഷെ സുമന്നയോട് അദ്ദേഹം ചെയ്തൊരു പാപം,
ആ പാപത്തിൻ്റെ ഫലമാണ് അദ്ദേഹം അനുഭവിക്കുന്ന ഈ വിഷാദം മുഴുവനും. അദ്ദേഹം അത് അനുഭവിച്ച് തീർക്കുകയാണ്. അദ്ദേഹം വളരെയധികം ഭയപ്പെടുന്ന ഒരു കാര്യമുണ്ട്, അദ്ദേഹത്തിൻ്റെ ഡയറി. ആ ഡയറി ആർക്കും കിട്ടരുത് എന്നുള്ള രീതിയിൽ അദ്ദേഹം അത് പലപ്പോഴും ഒളിപ്പിച്ചു വെക്കാറായിരുന്നു പതിവ്. പക്ഷെ തപോമയി ജോലി ചെയ്യുന്നത് ഇതുപോലെ തപോമയി ഒരു സോഷ്യൽ വർക്കറാണ്. അദ്ദേഹം ജോലി ചെയ്യുന്നത് ഇതുപോലെയുള്ള അഭയാർത്ഥികളുടെ ഇടയിലാണ്. അപ്പം അഭയാർത്ഥികൾക്ക് വേണ്ടിയിട്ട്, അവരുടെ ക്യാമ്പുകൾക്ക് വേണ്ടിയിട്ടും മറ്റ് കോളേജ്, മറ്റ് സ്കൂളുകൾക്ക് വേണ്ടിയിട്ടുമൊക്കെ അദ്ദേഹത്തിന് ഒരുപാട് പൈസയുടെ ആവശ്യമുണ്ട്. അപ്പോൾ അദ്ദേഹം ഈ അമൂല്യമായിട്ടുള്ള വസ്തുക്കളൊക്കെ മറച്ചു വിറ്റ് പൈസ ഉണ്ടാക്കുകയായിരുന്നു. ആ വീട്ടിൽ ഒരുപാട് വസ്തുക്കളുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള വസ്തുക്കളൊക്കെ മറച്ചു വിറ്റ് പൈസ ഉണ്ടാക്കുകയായിരുന്നു ഇവർക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഗോപാൽ ബർവയ്ക്ക് അത് അറിയാം. പക്ഷെ ഗോപാൽ ബർവ വളരെയധികം പേടിപ്പെടുത്തുന്ന രീതിയിലേക്ക് ഗോപാൽ ബർവ മാറിപ്പോയി. ഭയങ്കര ടെൻഷൻ അടുപ്പിച്ചത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഗോപാൽ ബർവയുടെ ഡയറി കാണുന്നില്ല. ആ ഡയറിയിൽ അമൂല്യമായിട്ടുള്ള എന്തോ ഒന്നുണ്ട്, പക്ഷെ അത് മിസ്സിംഗ് ആണ്. അത് ഒടുവിൽ കൈമാറി കഥാകൃത്തിൻ്റെ അടുത്ത് എത്തുകയാണ്. അപ്പോൾ ഗോപാൽ ബർവ അവസാനമായിട്ട് കഥാകൃത്തിനെ കാണുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട്, ആ ഡയറി നിങ്ങളുടെ കയ്യിൽ എത്തിപ്പെട്ടാൽ അത് വായിക്കരുത്, അത് കത്തിച്ച് കളയണമെന്ന്. പക്ഷേ മനുഷ്യർക്ക് എപ്പോഴും ഉള്ളതാണല്ലോ ഒരുതരം ക്യൂരിയോസിറ്റി. അദ്ദേഹം ആ ഡയറി മുഴുവൻ വായിക്കുകയാണ്. അതിലൊരുപാട് ലിപികളും സിംബലുകളും ഒക്കെയുണ്ട്. അദ്ദേഹം ഒത്തിരി കഷ്ടപ്പെട്ടാണ് അതിങ്ങനെ ശരിയാക്കി എടുക്കുന്നത്. അപ്പോൾ അദ്ദേഹം അത് വായിച്ചു കഴിഞ്ഞപ്പോഴാണ് ഗോപാൽ ബർവ എന്ന വ്യക്തിയെക്കുറിച്ച് അദ്ദേഹത്തിന് മനസ്സിലാവുന്നത്. ഗോപാൽ ബർവ ചെയ്ത വലിയൊരു തെറ്റിനെക്കുറിച്ച് അദ്ദേഹത്തിന് മനസ്സിലാവുന്നത്. ഒരിക്കലും മോക്ഷം കിട്ടാത്തൊരു പാപമായാണ് ഗോപാൽ ബർവ അതിനെ കാണുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ആ പാപത്തെക്കുറിച്ച്, അദ്ദേഹം എന്താണ് ചെയ്തത് എന്നുള്ളതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ പുസ്തകം വായിക്കുന്നതിൽ ഒരു ത്രില്ല് ഉണ്ടാവുകയില്ല. ഓരോ പേജ് കഴിയുമ്പോഴും നമ്മളിങ്ങനെ എക്സൈറ്റഡ് ആയിക്കൊണ്ടേയിരിക്കും ഈ പുസ്തകം വായിക്കുമ്പോൾ. ഗോപാൽ ബർവയുടെ മരണത്തെക്കുറിച്ചും ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അതിങ്ങനെയാണ്: വിചിത്രമായിരുന്നു ഗോപാൽ ബർവയുടെ മരണം. ജന്മദിനത്തിൽ തന്നെ മരിച്ചു എന്നുള്ളതല്ല, മരിച്ച രീതിയും അസാധാരണമായിരുന്നു. ചുഴലി പോലെ കറങ്ങുന്ന ഒരു കാറ്റും നിലയ്ക്കാത്ത മഴയുമുള്ള ദുരിതം പിടിച്ചൊരു രാത്രി. പിന്നീടൊരിക്കൽ തപോമയി ആ രാത്രിയെക്കുറിച്ച് പറഞ്ഞു. അദ്ദേഹം പതിവ് പോലെ രാത്രി 10:30 മണിക്ക് കിടന്നു. പൊതുവെ ഉറക്കം കുറവുള്ള ആളാണ്. പ്രോസ്റ്റേറ്റിന്റെ അസുഖമുള്ളതുകൊണ്ട് രാത്രിയിൽ 1-2 തവണ എഴുന്നേൽക്കും. പലതവണ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായെങ്കിലും അത് ഭേദമായില്ല. പരിക്കുപറ്റി കിടക്കുന്ന കാലത്ത് മുൻപുണ്ടായിരുന്ന ഹോം നഴ്സ് സഹായിച്ചിരുന്നു. അക്കാലത്തെല്ലാം അയാളും ഉറങ്ങിയിരുന്നില്ലെന്ന് തോന്നുന്നു. ഇപ്പോൾ പിന്നെ ആ പ്രശ്നമില്ല. അദ്ദേഹം താനെ എഴുന്നേൽക്കും. ഊന്നുവടിയുടെ സഹായത്തോടെ തനിച്ച് ബാത്റൂമിൽ പോയി തിരികെ വരാൻ അദ്ദേഹത്തിന് സാധിക്കുമായിരുന്നു. അന്ന് രാത്രി കുറച്ച് വൈകിട്ടാണ് തപോമയി കിടക്കാനായി തൻ്റെ മുറിയിലേക്ക് പോയത്. പോകുമ്പോൾ അച്ഛൻ വരാന്തയിലുണ്ട്. പുറത്തേക്ക് മഴ നോക്കി നിൽക്കുന്നു. അത് പതിവുള്ളതാണല്ലോ എന്നോർത്തു. വെളിച്ചം കെടുത്തിയിരുന്നു. പക്ഷെ മിന്നാമിനുങ്ങിനെ പോലെ നേരത്തെ ഒരു വെട്ടം അവിടെ നിന്ന് കാണാമായിരുന്നു. അദ്ദേഹം സിഗരറ്റ് വലിക്കുകയാണ്. ഉറക്കം പോയിട്ടുണ്ടാവണം. പുകയിലയുടെ നേർത്ത ഗന്ധം അന്തരീക്ഷത്തിൽ വ്യാപിക്കുന്നു. ഈ സമയത്തൊക്കെ ഗോപാൽ ബർവ വളരെയധികം ചിന്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അദ്ദേഹം ചിന്തിക്കുന്ന എന്താണെന്ന് ആ സമയത്ത് തപോമയിക്ക് അറിയില്ലെങ്കിൽ പോലും ഒരു കാര്യം മാത്രം അറിയായിരുന്നു: എന്തൊക്കെയോ ഒരു മാനസിക വിഷമത്തിൽ ആണ് അദ്ദേഹം. ഉറക്കം കിട്ടുന്നില്ല എന്നുള്ളത് ഒഴിച്ചാൽ ബാക്കി എന്തൊക്കെയോ ഒരു പ്രശ്നം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. പിന്നീട് അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: തപോമയി അദ്ദേഹത്തെ നോക്കി നിന്നു, വിളിച്ചില്ല. പിന്നെ നല്ല കാറ്റ് വീശുന്നുണ്ടായിരുന്നു. എനിക്ക് പേടിയായി. വീടിന് മുകളിൽ പന്തലിച്ച് നിൽക്കുന്ന ആൽമരം, അതിന് നല്ല പ്രായമായിട്ടുണ്ട്. നല്ല മഴയിലും കാറ്റിലും അത് നിലംപൊത്താം. വീടിന്റെ മേൽക്കൂരയും ഭിത്തികളും തകർന്നു വീഴാം. പക്ഷെ ഞാൻ അതൊന്നും പറഞ്ഞില്ല. കുറച്ചു നേരം ആ ഇരുട്ടിലേക്ക് തന്നെ നോക്കി നിന്ന ശേഷം തപോമയി അദ്ദേഹത്തിന്റെ കിടപ്പുമുറിയിലേക്ക് പോയി. ആ സമയത്തൊക്കെ അച്ഛൻ അവിടെ തന്നെ ഇരിക്കുകയാണ്. അച്ഛനെ അധികം ശല്യം ചെയ്യേണ്ടെന്നാണ് അദ്ദേഹം വിചാരിച്ചത്. പക്ഷേ രാവിലെ ആയപ്പോൾ തപോമയി വന്നു നോക്കിയപ്പോൾ അദ്ദേഹം അവിടെയുണ്ട്. ജനലിന് അഭിമുഖമായി കസേരയിൽ ഇരിക്കുകയാണ്. അവിടെ ഇരുന്ന് ഉറങ്ങിപ്പോയെന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ തണുപ്പടിച്ചിട്ടുണ്ടാവാം. പതുക്കെ വിളിച്ചിട്ടും അദ്ദേഹം ഉണരുന്നില്ല. ദേഹത്ത് തൊട്ടു നോക്കിയപ്പോൾ തണുക്കുന്നു. അപ്പോൾ ആദ്യമായൊരു ദുസ്സൂചന തോന്നി. കൈയെടുത്തപ്പോൾ ശരീരം ഒരു വശത്തേക്ക് ചെരിഞ്ഞു. മൂക്കിനടുത്ത് വിരൽ തൊട്ടു. ശ്വാസമില്ല. നാടി പിടിച്ചു നോക്കി. നിശബ്ദം. മഴയുടെ ആരവം മാത്രം തുടർന്നു. ആരെയാണ് വിളിക്കേണ്ടത്? ആരെയാണ് ഉണർത്തേണ്ടത്? എൻ്റെ ശരീരം വിറയ്ക്കാൻ തുടങ്ങി. ഒച്ച പൊങ്ങുന്നില്ല. വാക്കുകൾക്കായുള്ള ആദി എന്നെ ബാധിച്ചു. ഇങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ മരണത്തെക്കുറിച്ച് തപോമയി പറയുന്നത്. എനിക്ക് ശരിക്കും ഇതിൽ ഏറ്റവും കൂടുതൽ സങ്കടം വന്ന തപോമയെക്കുറിച്ച് ആലോചിച്ചപ്പോഴാണ്. കാരണം അദ്ദേഹത്തിന് ആകെ ഉണ്ടായിരുന്ന അച്ഛനാണ്. ബാക്കി വേറെ ആരും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. മറ്റൊരു പെൺകുട്ടി, അതായത് ആ അഭയാർത്ഥി ക്യാമ്പിലുള്ള ഒരു പെൺകുട്ടിയോട് തപോമയ്ക്ക് ഒരു ഇഷ്ടം തോന്നിയിരുന്നെങ്കിലും ഗോപാൽ ബർവയോട് പറഞ്ഞപ്പോൾ അദ്ദേഹം അതിനെ ശക്തമായിട്ട് എതിർക്കുകയാണ് ചെയ്തത്. വേണ്ട, നിനക്ക് പറ്റില്ല, ചെയ്യരുത് എന്നാണ് അദ്ദേഹം തപോമയിയോട് പറഞ്ഞത്. തപോമയിക്ക് ആരും ഇല്ലാതെ ആയിരിക്കുകയാണ്. തപോമയി ആകെ അത്തരത്തിലുള്ള വർക്കുകളും മറ്റ് കാര്യങ്ങളും ഒക്കെ കൂടി ചെലവഴിക്കുന്നുണ്ടെങ്കിൽ പോലും അദ്ദേഹം തീർത്തും അനാഥനായി പോയതുപോലെയൊക്കെ എനിക്ക് ഈ സമയത്ത് തോന്നിയിരുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു ജഹാൻ. എല്ലാത്തിനും അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടാവുമായിരുന്നു തപോമയുടെ. കഥാകൃത്തും പലപ്പോഴും ജഹാനെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഒരിക്കൽ അദ്ദേഹത്തെ കാണാതാവുകയും പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ മൃതശരീരം കുറച്ച് നാളുകൾക്ക് ശേഷം കിട്ടുകയും
ഒക്കെ ചെയ്യുന്ന കാര്യങ്ങൾ ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ശരിക്കും അഭയാർത്ഥികളെക്കുറിച്ച് ഉടനീളം ഇതിൽ സംസാരിക്കുന്നുണ്ട്. ഈ പുസ്തകം ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒരു ഉൾക്കാഴ്ചയാണ് തരുന്നത്. അവരെക്കുറിച്ച്, അവരുടെ ജീവിതങ്ങളെക്കുറിച്ചുമൊക്കെ. കാരണം എപ്പോഴും നമ്മുടെ രാജ്യത്തേക്ക് കയറി വരുന്നവരെ, അഭയാർത്ഥികളെയൊക്കെ നമ്മളൊരു ത്രെറ്റായിട്ടാണ് കാണാറ്. പക്ഷെ അവരുടെ ജീവിതം, അവരുടെ ബുദ്ധിമുട്ടുകളെക്കുറിച്ചൊക്കെ ഈ പുസ്തകത്തിലുടനീളം സംസാരിക്കുന്നുണ്ട്. അതുകൂടാതെ തപോമയി എന്ന വ്യക്തിയെക്കുറിച്ച് സത്യം പറഞ്ഞാൽ നമുക്ക് കൂടുതലായിട്ട് അറിയാനായിട്ട് സാധിക്കും. അദ്ദേഹത്തിൻ്റെ അച്ഛനെക്കുറിച്ച് അറിയാനായിട്ട് സാധിക്കും. അങ്ങനെ എല്ലാവരെയും ഒരുപാട് കഥാപാത്രങ്ങൾ മീറ്റ് ചെയ്യും ഈ പുസ്തകം വായിക്കുമ്പോൾ. സോ ഇതൊരു അസാധ്യമായിട്ടുള്ളൊരു എഴുത്താണ് അദ്ദേഹത്തിൻ്റെ. ഒരു നല്ല പുസ്തകമാണ്. സോ ഞാനിത് തീർച്ചയായിട്ടും റെക്കമെൻഡ് ചെയ്യുന്ന ഒരു പുസ്തകമാണ് തപോമയിയുടെ അച്ഛൻ. ഒരു ഗുഡ് ടു റീഡ് ബുക്കാണിത്. ഓക്കെ, സോ താങ്ക് യു ഫോർ വാച്ചിങ്.